ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ജൂലൈ മാസത്തെ എക്സാം കലണ്ടർ പബ്ലിഷ് ആയിട്ടുണ്ട്. സോ അത് പ്രകാരം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 2 എക്സാംസ് ആണുള്ളത്. 2 എക്സാംസ് ആണെങ്കിലും 4 പോസ്റ്റുകളാണ് അവർക്കുള്ളത്. സോ ഈ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് മറക്കാതെ പ്രൊഫൈൽ ത്രൂ കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എക്സാം ഡേറ്റ്സും മറക്കാതെ ഓർത്ത് വെച്ച് പഠിച്ചു തുടങ്ങാം. സോ നമുക്ക് ഏതൊക്കെയാണ് എക്സാം എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 541/2025 ആണ്. അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. കൺഫർമേഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത് 22/4/2026 മുതൽ നിങ്ങൾക്ക് 11/5/2026 വരെ കൊടുക്കാം. അതായത് മെയ് മാസത്തിൽ 11th വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. സോ ഈ ഡേറ്റ്സിനുള്ളിൽ കൺഫർമേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ്സ് വരെ അടുപ്പിക്കേണ്ട. റഷ് നമ്മുടെ വെബ്സൈറ്റൊക്കെ ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഡേറ്റ്സിന് മുന്നേ തന്നെ കൊടുക്കാൻ നോക്കുക. ദെൻ എക്സാം ഡേറ്റ് വരെ 22/7/2026 ആണ്. അതായത് ജൂലൈ 22 ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് PSC. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് മറക്കേണ്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതേ സെയിം ദിവസം തന്നെ വേറൊരു പോസ്റ്റിലേക്കും PSC എന്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഒരു എക്സാം നടക്കുക. അതായത് സെയിം എക്സാം തന്നെയാണ്, പക്ഷേ 2 ഡിഫറെൻറ്റ് പോസ്റ്റാണ്. പക്ഷേ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഈ 2 പോസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾ കൺഫർമേഷൻ ഒരു പോസ്റ്റിന് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ മറ്റേ എക്സാം മാത്രമേ നിങ്ങൾ ലിസ്റ്റിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ മറക്കാതെ ഈ 2 പോസ്റ്റുകളിലേക്കും കൊടുക്കുക. സെക്കൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. ഗ്രേഡ് 2 697/2025 ആണ്. ഇത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വരെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് കൺഫർമേഷൻ ഡേറ്റ് സെയിം തന്നെയാണ്. 22/4/2026 മുതൽ 11/5/2026 വരെയാണ്. ആൻഡ് എക്സാം ഡേറ്റ് വരുന്നത് സെയിം ഡേറ്റ് ആണ്, 22/7/2026. സോ ഒരൊറ്റ എക്സാം 2 പോസ്റ്റുമാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ മറക്കാതെ 2നും സെപ്പറേറ്റ്ലി കൺഫർമേഷൻ കൊടുക്കാൻ നോക്കുക. സോ എക്സാം ഡേറ്റ് 2 അവസരങ്ങളാണ് ഒരൊറ്റ എക്സാം വഴി നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 2 ഒരു പോസ്റ്റാണ്. അത് നമുക്ക് കോമൺ എക്സാം ആയിട്ട് 2 പോസ്റ്റുകളാണ്. അതിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ നമുക്ക് അത് കൺഫർമേഷൻ ഡേറ്റ് സെയിം തന്നെയാണ്, 22/4/2026 ആണ് ടു 11/5/2026 തന്നെയാണ് കൺഫർമേഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത്. എക്സാം ഡേറ്റ് വരെ 30/7/2026 ആണ്. അതായത് ജൂലൈ മാസത്തിൽ 30-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരെ. അതെന്ന് പറഞ്ഞാൽ ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്. അത് ഗ്രേഡ് 2 ആകുമ്പോഴത്തേക്ക് ITI ആണ് നമ്മുടെ യോഗ്യത വരെ. ITI മെക്കാനിക്കൽ, ഡിപ്ലോമ മെക്കാനിക്കൽ, BTech മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും ഒക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/5/2026 ആണ്. എക്സാം ഡേറ്റ് 30/7/2026. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്. ഇതേ ദിവസം തന്നെ ഈ എക്സാമിനോടൊപ്പം തന്നെ കോമൺ എക്സാമായി നടക്കുന്ന അടുത്തൊരു പോസ്റ്റാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ തന്നെ. അത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്കാണ്. അതും ഒരു ഓവർസിയർ ഗ്രേഡ് 2 പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 2ഉം ഒരു കോമൺ എക്സാം ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ്ലി 2 പോസ്റ്റിനും കൺഫർമേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ 2 പോസ്റ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതും കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 22/4/2026 ടു 11/5/2026 ആണ്. ആൻഡ് എക്സാം വരുന്നത് 37/2026 ആണ്. കോമൺ എക്സാം ആയിട്ടാണ് വരുന്നത്. ആൻഡ് അപ്പം മറക്കണ്ട, 2 കോമൺ എക്സാംസ് 4 പോസ്റ്റിലാണ്. അപ്പോൾ 2 എക്സാംസേ ഉള്ളൂ. ഒന്ന് A ലെവലാണ്, 2 ഗ്രേഡ് 2 ആണ്. ഗ്രേഡ് 2 ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഹാർബർ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഏതാണ് നമ്മുടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 തന്നെ വരുന്നത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. ആൻഡ് A പോസ്റ്റും 2ഉണ്ട്. സോ മൊത്തം 4 കൺഫർമേഷനാണ് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഈ ഡേറ്റ്സിനുള്ളിൽ കൊടുക്കേണ്ടത്. സോ ദാറ്റ് നിങ്ങൾക്ക് 2 എക്സാംസ് എഴുതി 4 പോസ്റ്റിലേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടുന്നതാണ്. സോ എക്സാംസിന് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിച്ചും തുടങ്ങണം. സോ മറക്കണ്ട, ഈ ഒരു അലേർട്ട് തരാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മറക്കേണ്ട, കൺഫർമേഷൻ കൊടുക്കേണ്ടത് 11/5/2026 ആണ്. ലാസ്റ്റ് മിനിറ്റ് ഹറിയിലേക്ക് പോകേണ്ട. സമയം കിട്ടുന്നതിനനുസരിച്ച് കാറ്റഗറി നമ്പറും അതുപോലെ തന്നെ പേരും നോക്കി തെറ്റാതെ കൺഫർമേഷൻ കൊടുക്കുക. താങ്ക് യു.